പള്ളി ചവിട്ടിപ്പൊളിച്ചവന്റെ കുരിശ് തകർക്കപ്പെടുമ്പോൾ ഇന്നലെ സീറോ മലബാർ സഭയിലെ പാലാമെത്രാൻ കല്ലറങ്ങാടന്റെ അരമനയിൽ കേരളത്തിലെ ക്രൈസ്തവ സഭകൾ എന്നവകാശപ്പെടുന്ന 11ഓളം തീവെട്ടി പ്രസ്ഥാനങ്ങളിലെ നൈറ്റ് തൊഴിലാളികൾ ഒത്തുകൂടി വട്ടമേശ സമ്മേളനം നടത്തുകയുണ്ടായി. ക്രിസ്തുവുമായി ബന്ധപ്പെട്ട കൂദാശകളുമായി ബന്ധപ്പെട്ട വിശുദ്ധ വേദപുസ്തകവുമായി ബന്ധപ്പെട്ട വിരുദ്ധ ചേരികളിൽ കീരിയും പാമ്പും പോലെ നിൽക്കുന്ന ഇവന്മാർ ഇന്നലെ ഒത്തുകൂടിയത് തങ്ങളുടെ വിദ്യാഭ്യാസ കച്ചവടത്തിൽ സർക്കാർ കൈകടത്തുന്നു എന്നും പറഞ്ഞാണ്. ഭിന്നശേഷി അധ്യാപക നിയമനത്തിനായി ഒരു 7000 തസ്തികകൾ ഒഴിച്ചിടണം എന്ന ആ സർക്കാർ നിർദ്ദേശത്തിൽ വേവലാതി പൂണ്ട് വിരളി പിടിച്ച് തങ്ങൾ കോഴപ്പണം വാങ്ങി അധ്യാപക നിയമനം നടത്തിയവർക്കുള്ള ശമ്പളം കൊടുത്തു തുടങ്ങുവാൻ സർക്കാർ താമസിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് അവർ ഇന്നലെ ഒത്തുകൂടിയത്. സർക്കാരിനെ ഒന്നിച്ചു നിന്ന് വിരട്ടുവാൻ നോക്കിയത്. വിശ്വാസകാര്യത്തിൽ ഭിന്നിച്ചും വിദ്യാഭ്യാസ കച്ചവടത്തിൽ ഒന്നിച്ചു നിൽക്കുവാനും അവർ തീരുമാനമെടുത്താണ് ഇന്നലെ പിരിഞ്ഞത്. അന്ന് വൈകിട്ട് തന്നെ, അതായത് ഇന്നലെ വൈകിട്ട് തന്നെ ഈ വട്ടമേശ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ച ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്ക മത്തായി മൂന്നാമൻ്റെ മാവേലിക്കര ഭദ്രാസനത്തിൽപ്പെട്ട ചേപ്പാട് സെയിൻറ്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ മുൻപിലുള്ള ചേപ്പാട് ആലപ്പുഴ ദേശീയപാതയുടെ മുൻവശത്തുള്ള 1500 വർഷം പഴക്കമുണ്ടെന്ന് അവകാശപ്പെടുന്ന ചരിത്രപ്രസിദ്ധമായ ആ കൽക്കുരിശും കുരിശും തൊട്ടിയും ചുറ്റുമതിലും മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവന്ന് പൊളിച്ചു കളഞ്ഞു. ആ ദൃശ്യം നമുക്കൊന്ന് കാണാം. സംഭവം അറിഞ്ഞെത്തിയ വിശ്വാസികൾ കൂട്ടമണിയടിച്ചു. വിശ്വാസികളും നാട്ടുകാരും മെത്രാനുമൊക്കെ ഓടിക്കൂടി. രാഷ്ട്രീയക്കാർ, പ്രത്യേകിച്ച് നാട്ടുകാരനായ രമേശ് ചെന്നിത്തലയും ഓർത്തഡോക്സ് സഭാംഗമായ ചാണ്ടിയുമ്മനുമൊക്കെ അവിടെ ഓടിയെത്തി പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെട്ടു. പൊളിക്കൽ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. മുള്ളടിച്ചോ
ഈ വിഷയത്തിൽ ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്ക ഉൾപ്പെടെ ഇന്നലെ ആ എക്യുമെനിക്കൽ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരൊറ്റ മെത്രാന്മാരും ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ച് കണ്ടില്ല, അപലപിച്ചില്ല. കാരണം സർക്കാർ പിണങ്ങിയാൽ 7000 തസ്തികകളിൽ സർക്കാർ നിർദ്ദേശിക്കുന്ന ലിസ്റ്റിലുള്ളവർക്ക് നിയമനം കൊടുത്താൽ നഷ്ടം 3500 കോടി രൂപയാണ്. 3500 കോടി രൂപ എവിടെ നിൽക്കുന്നു? 1500 വർഷം പഴക്കമുള്ള ആ പഴയ കൽക്കുരിശ് എവിടെ കിടക്കുന്നു? നമുക്ക് മുഖ്യം പണന്താമ്പികിലെ കുരിശും തൊട്ടി പൊളിക്കുവാൻ 100-ൽ പരം പോലീസുകാരുടെയൊക്കെ അകമ്പടിയോടെയാണ് ദേശീയപാത അധികൃതർ അവിടെ എത്തിയത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇത് വളരെ ആസൂത്രിതമായാണ് അവർ എത്തിയത് എന്ന് മനസ്സിലാക്കാം. ശബരിമല കൊള്ളയിൽ നിന്ന് സർക്കാരിന് മുഖം രക്ഷിക്കണമെങ്കിൽ ഒരു വർഗീയ കലാപമോ ദുരന്തമോ ലൈംഗിക കേസുകളോ ഉണ്ടാക്കും എന്ന് ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞത് പ്രേക്ഷകർ മറന്നിരിക്കുവാൻ ഇടയില്ലല്ലോ അല്ലേ? അപ്രകാരമുള്ള ഒരു ആവശ്യത്തിന് ഇപ്രകാരം ഒരു പൊളിക്കൽ നടക്കുമ്പോൾ ആത്മസംയമനം പാലിക്കണം എന്ന് പറയുവാൻ ചുമതലപ്പെടുത്തിയത് മറ്റാരെയുമായിരുന്നില്ല, നമ്മുടെ കല്ലറങ്ങാടൻ ബിഷപ്പിനെയായിരുന്നു. അത് അദ്ദേഹം വൃത്തിയായി ഇന്നലെ ചെയ്യുകയും ചെയ്തു. എന്നാൽ പാവപ്പെട്ട ആ ഇടവകക്കാർ പറ്റാവുന്ന വിധത്തിൽ പ്രതിഷേധിച്ചു. കർത്താവ് വസിക്കുന്നത് ഈ സാധനത്തിനകത്തെന്നാണല്ലോ അവന്മാർ വിചാരിക്കുന്നത്. ഇനി ഞങ്ങളുടെ 1500 കൊല്ലം പഴക്കമുള്ള പൈതൃകം ഇടിച്ചു നിരത്തിയേ കണ്ണിൽ ചോരയില്ലാത്ത പണിയാണ് ദൈവാലയത്തിൽ ഇവന്മാർ കാണിച്ചത് എന്ന് വിലപിക്കുന്ന ഈ ഓർത്തഡോക്സുകാർ 2017 ജൂലൈ 3 ആ വിധിയുടെ മറവിൽ കട്ടച്ചിറപ്പള്ളിയുടെ വാതിൽ പട്ടാപ്പകൽ പോലീസുകാർ നോക്കി നിൽക്കെ തെറിവിളിയുടെ അകമ്പടിയോടെ ഓർത്തഡോക്സ് ഗുണ്ടകൾ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറി മലമൂത്ര വിസർജനം നടത്തിയ ആ കാഴ്ചയൊന്ന് കാണുക. യാക്കോബായ സഭാ വിശ്വാസികൾ അവരുടെ ചോരയും നീരും ഒഴുക്കി പണിത പള്ളി അസന്മാർഗിക മാർഗത്തിലൂടെ വിധി സമ്പാദിച്ച് പിടിച്ചു പറിച്ചെടുക്കുന്ന കാഴ്ചയാണ് ഇനി നമ്മൾ കാണുവാൻ പോകുന്നത്. കൊടുത്തിട്ട് വെച്ച് കുടിച്ചാ കഞ്ചോളം വെച്ച് കുടിച്ചാ ഞങ്ങൾ ഉണ്ടാക്കി വലിയാടല്ലോ. നിങ്ങൾ തിരിച്ചില്ലാടാ, നിങ്ങൾ തിരിച്ചില്ലാടാ, നിങ്ങൾ തിരിച്ചില്ലടാ, അല്ല നിങ്ങൾ തിരിച്ചില്ലടാ. ഞങ്ങൾ ബിരിയാണി ഇട്ട് കൊണ്ടിട്ട് പുതിയ ബിരിയാണി ഒരു ആരാധനാലയം ഇപ്രകാരം ചവിട്ടിത്തകർത്ത ഇവന്മാരുടെ ചേപ്പാട് വലിയ പള്ളി നാട്ടുകാർ നോക്കി നിൽക്കെ ഭരണകൂടം ഇടിച്ചു നിർത്തിയെങ്കിൽ ഇതിനെയാണ് കാലത്തിൻ്റെ കാവ്യനീതി എന്ന് പറയുന്നത്. നീ അളക്കുന്ന കോലിനാൽ നീയും വളർന്നിടും, കാറ്റ് വിതയ്ക്കുന്നവൻ കൊടുങ്കാറ്റ് കൊയ്യും എന്നൊക്കെ പറയുന്നത് ഇതല്ലേ? ദേശീയപാത അതോറിറ്റി പല പ്രാവശ്യം ചേപ്പാട് പള്ളിയോട് റോഡ് വികസനത്തിനായി നീക്കിവെച്ചിരിക്കുന്ന ആ ഭൂമിയിലിരിക്കുന്ന കുരിശും തൊട്ടിയും സുരക്ഷിതമായി എത്രയും വേഗം പൊളിച്ചു മാറ്റി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് നീക്കം ചെയ്യാത്തതിനെ തുടർന്നാണ് ഇപ്രകാരം ഒരു നടപടിയിലേക്ക് സർക്കാർ കടന്നത് എന്നാണ് ഞങ്ങൾക്കറിയുവാൻ സാധിച്ചത്. റോഡിൽ തടസ്സമായി നിൽക്കുന്ന സകല കുരിശും തൊട്ടികളും സകല ആരാധനാലയങ്ങളുടെ നിർമ്മിതികളും പൊളിച്ചെടുത്ത് കളയണം. നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു നിർമ്മിതികളും റോഡിലോ റോഡ് സൈഡിലോ അനുവദിക്കരുത്. ഇവരുടെ ആരാധനാലയങ്ങളിൽ ഇതൊക്കെ കൊണ്ട് സ്ഥാപിക്കട്ടെ. ദൈവത്തെ തെണ്ടികളാക്കി അവരുടെ ഫോട്ടോകൾ വെച്ച് പിച്ച തെണ്ടുവാൻ വെച്ചിരിക്കുന്ന ഇടങ്ങളാണ് ഇതെന്ന് ജനങ്ങൾ മനസ്സിലാക്കണം. ഇവൻ്റെയൊക്കെ അപ്പനോ അമ്മയോ മരിച്ചാൽ ഇതുപോലെ ഒരു സ്തൂപമുണ്ടാക്കി വഴിയിൽ കൊണ്ടുവച്ച് ഫോട്ടോയും വെച്ച് റോഡരികിൽ കൊണ്ട് തെണ്ടാനിരുത്തുമോ? ആളുകൾ എടുത്ത പിച്ച കൊണ്ട് വേണോ ദൈവത്തിന് ജീവിക്കുവാൻ? ദൈവമാണെന്നും പറഞ്ഞ് ഇതുപോലെ
ശോഭകേട് ചെയ്യണോ? ബുൾഡോസർ ഇറക്കി ഈ നിർമ്മിതികളൊക്കെ ഇടിച്ചു പൊളിച്ച് തകർത്ത് കളയുക. കുരിശും തൊട്ടി ഉണ്ടാക്കി തെണ്ടാൻ മോന്മാരെ വിശുദ്ധ വേദപുസ്തകത്തിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇവന്മാരുടെ പുറകെ പോയ ഉസ്മാൻ രമേശിനോടാണ്. തനിക്ക് നാണമില്ലേടൂ ഇതിൻ്റെയൊക്കെ പുറകെ പോകുവാൻ? ജനകോടികൾക്ക് ഉപകാരമാകുന്ന ദേശീയപാതാ വികസനമാകട്ടെ ആദ്യം. ആ കുരിശ് അവന്മാരുടെ പള്ളിപ്പറമ്പിൽ കൊണ്ട് കുഴിച്ചിടാൻ പറയുക. അല്ലെങ്കിൽ ചെന്നിത്തലയുടെ കുടുംബ വീട്ടിൽ അല്പം സ്ഥലം കൊടുക്കുക, ഒരു ചെറിയ കുരിശ് സ്ഥാപിക്കുവാൻ. ഓർത്തഡോക്സുകാരുടെ ചെരുപ്പ് നക്കിയാൽ 10 വോട്ട് കിട്ടും എന്ന് കരുതിപ്പോയ ഈ മുതലിനെ നാട്ടുകാർ നോക്കിവെക്കുക. വരുന്ന തെരഞ്ഞെടുപ്പിൽ അറിഞ്ഞു തോൽപ്പിക്കുക. സഹോദര സഭയുടെ പള്ളി പിടിച്ചുപറി നടത്തിയ ഓർത്തഡോക്സ് സഭാ നേതൃത്വത്തോടാണ്. ആ പിടിച്ചുപറിച്ച പള്ളികളിൽ വരും തലമുറ കാബറേ ഡാൻസ് നടത്തും. കാത്തിരിക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.